ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ആയിരുന്നു. ഇവിടെ ആക്ച്വലി ജോയിൻ ചെയ്തത് 10th ഗ്രേഡിലാണ്. അപ്പോൾ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവ്, ജീൻസിന് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ സാബ് ഫാദർ പറയേണ്ട ആവശ്യമില്ല, ഭയങ്കര നല്ല പ്രിൻസിപ്പൾ. പിന്നെ സ്റ്റഡീസിനെ കുറിച്ച് പറയുമ്പോൾ ഡെയിലി പഠിക്കാനുള്ളത് ഞാൻ പഠിക്കുമായിരുന്നു. ക്ലാസ്സസ് ഉള്ള ദിവസം ഒരു 3-4 hours കൂട്ടി ചെയ്യുമായിരുന്നു. പിന്നെ ബ്രേക്ക് ഒക്കെ കിട്ടിയ സമയത്ത് ഒരു 8-10 hours അത്രയൊക്കെ. പിന്നെ ടൈമിലല്ല, നമ്മളെ ടൈമിൽ എത്ര എഫേർട്ട് ഇട്ട് പഠിക്കുന്നത്, ആ ക്വാളിറ്റി ഓഫ് സ്റ്റഡി നല്ല ഡിപ്പെൻഡ് ചെയ്യും. റിവിഷൻസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം, നല്ല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ടീച്ചേഴ്സ് പറയുന്ന ഹോംവർക്ക് എല്ലാം നല്ലതായിട്ട് ചെയ്യണം. അത് കൊച്ചിലേട്ട് പറഞ്ഞു വരുന്നത്, പക്ഷെ നമുക്ക് ചിലപ്പോൾ അത് വിട്ടു. പക്ഷെ അത് ഇമ്പോർട്ടൻറ്റ് കാര്യമില്ല. അതൊക്കെ നമ്മുടെ ഡെയിലി സ്റ്റഡീൻ്റെ ഭാഗത്തിനകത്ത് തന്നെ വരുന്ന കാര്യമില്ല. ഭയങ്കര മോറൽ സപ്പോർട്ടായിരുന്നു. ഭയങ്കര എൻകറേജിങ് പേരൻസ് ആയിരുന്നു. അത്രയും ജഡ്ജിങ്, ഡിമാൻഡിങ് അങ്ങനല്ല. ചില ഫെയിലിയർ ഒക്കെ പറ്റിയ കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം മേക്കപ്പ് ചെയ്യാമെന്നൊക്കെ പറയാൻ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു പേരൻസ് ഒക്കെ. ചെറുപ്പം തൊട്ടേ ഒരു പഠിത്തം ഒരു ഫസ്റ്റ് പ്രയോറിറ്റി വെച്ച് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ആക്ച്വലി. പക്ഷേ 9th എല്ലാം പറഞ്ഞ പോലെ ഓൺലൈൻ, കൊറോണ കാരണം ഓൺലൈൻ ആണ്. പക്ഷേ ഓൺലൈൻ ക്ലാസ്സസും അന്ന് അത്രയും നന്നായിട്ട് സ്കൂൾ കൊണ്ടുപോയി. അത് ഓൺലൈൻ ക്ലാസ് അന്ന് തോന്നിയിട്ടില്ല. സ്കൂൾ പോകുന്നില്ല, പിള്ളേർ കമ്പ്യൂട്ടറിൽ മുന്നേ ഇരിക്കുന്നുണ്ട്. ആസ് എ ക്ലാസ് അത് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ 10th ബോർഡ് എക്സാം ഓഫ്ലൈൻ കൊടുക്കുന്നതുകൊണ്ട് പിന്നെ അതിനുവേണ്ടി ആദ്യമായിട്ട് വരുന്നത് സ്കൂളിൽ വരുന്നത് ഫുൾ കേരള എല്ലാ ജില്ലയിൽ നിന്നും ടോപ്പേഴ്സ് ആയിട്ട് വരുന്നത്. സ്കൂളിന്റെ എല്ലാ സപ്പോർട്ടും നമ്മൾ വളരെ താങ്ക്ഫുള്ളാണ്. ടീച്ചേഴ്സും ജീൻ സാറും ബാക്കി എല്ലാ സബ്ജക്റ്റിനും എന്താവശ്യം നമ്മൾ പറഞ്ഞാലും അതിന് അവർക്ക് പിന്നെ ഓൺ ടൈമിലെല്ലാം പോർഷൻസ് തീരുന്നതായിട്ട് റെക്കോർഡ് വർക്കൊക്കെ അതിൻ്റെ ഒരു എഫേർട്ടും ഇവർക്ക് തോന്നിയിട്ടില്ല. എക്സാം എടുക്കുമ്പോഴത്തേക്കും എനിക്ക് അത് ചെയ്യാനുണ്ട് ഇത് ചെയ്യാനുണ്ട് അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. എല്ലാം ടൈമിൽ ചെയ്ത് തീരുന്നതുകൊണ്ട് ഭയങ്കര നന്നായിട്ട്. സ്കൂളിന്റെ കാര്യം പറഞ്ഞാൽ വളരെ ഒരു ഓർഗനൈസ്ഡ് വേയിലാണ് പോയത്. ഒരിക്കലും പിള്ളേർക്ക് അതിന്റെ ബർഡൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഒരു സ്റ്റേജിലും. ഇത്രയും റെക്കോർഡ് ചെയ്യാനുണ്ട് പക്ഷെ അത് മുമ്പേ തന്നെ അത് എല്ലാം കംപ്ലീറ്റ് ആയതുകൊണ്ട് ലാസ്റ്റ് മെയിൻസ് തൊട്ട് തന്നെ നോക്കിയാൽ ഇവർക്ക് ആമ്പിൾ ഓഫ് ടൈം ഉണ്ടാകും. ആ സമയത്ത് സ്ട്രെസ് ഫ്രീ ആയിട്ട് വേറെ അതില്ലാതെ മുമ്പേ തന്നെ എല്ലാം തീർന്നു. സിലബസ് തന്നെ മുമ്പേ തന്നെ തീർന്നു. അപ്പോൾ ഇവർക്ക് ഒരു മൈൻഡ് ഫ്രീ ആയിട്ട് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു ഫുൾ അതുണ്ടാകും. അപ്പം ബയോളജി സ്കൂളിൽ നിന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ബയോളജിക്കും നല്ല മാർക്ക് കിട്ടി. സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച അപ്പൊ എല്ലാ സബ്ജക്റ്റും അതുപോലെയാണ്. ഒരേ ഇത് കൊടുത്ത് നന്നായിട്ട് പഠിപ്പിച്ച് ഫുൾ അത് ചൗറ പബ്ലിക് സ്കൂളിൽ അതിന് ഫുൾ റാങ്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ നാഷണൽ ലെവലിലാണ്. അതിന്റെ അച്ചീവ്മെന്റ് ആണ്. ഈ ചൗറയിൽ ജോയിൻ ചെയ്തുകൊണ്ട് റിയലി ഞങ്ങൾക്ക് വളരെ ഒരു ഗുണമുണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ ഒരിക്കലും ഇത് റിഗ്രറ്റ് ചെയ്ത് ഞങ്ങൾക്ക് എപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു സ്കൂളായിട്ട് മാറിയത്. Teachers are really good. And the main thing is that the education environment in this campus is really tremendous.